നമസ്കാരം. ചുട്ടുപൊള്ളുകയാണ് നമ്മുടെ സംസ്ഥാനം. അതിജാഗ്രതയും കരുതലും ആവശ്യപ്പെടുന്ന സാഹചര്യമാണെങ്കിലും തൊഴിലിടങ്ങളിൽ നിന്നോ ദൈനംദിന ആവശ്യങ്ങളിൽ നിന്നോ നമുക്കാർക്കും മാറി നിൽക്കാനാകില്ല. അപ്പോൾ പിന്നെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും അറിഞ്ഞിരിക്കുക എന്നത് അനിവാര്യമാണ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സൂര്യാതപമേറ്റ് പൊള്ളിയതിന്റെ 7 കേസുകളാണ് കോട്ടയം, വൈക്കം, മലപ്പുറം, തൃശൂർ അടക്കം വിവിധയിടങ്ങളിൽ നിന്നായി ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഉഷ്ണതരംഗം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് 2016 ഏപ്രിലിൽ പാലക്കാട്ടാണ്. ഉഷ്ണതരംഗത്തെക്കുറിച്ചാണ് ഇന്ന് എൻകൗണ്ടറിലെ ചർച്ച. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടറിൽ നമ്മുടെ അതിഥികൾ ദുരന്ത നിവാരണ വിദഗ്ധ ഡോക്ടർ KG താര, കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രത്തിലെ ഡയറക്ടർ ഡോക്ടർ S അഭിലാഷ്, സൂര്യാതപമേറ്റ മലപ്പുറത്തുള്ള അഖിൽ, ഒപ്പം തന്നെ ആരോഗ്യ വിദഗ്ധ ഡോക്ടർ സൗമ്യ സരിൻ എന്നിവരാണ്. ഡോക്ടർ അഭിലാഷ്, ഈ ഉഷ്ണതരംഗത്തിൻ്റെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ തൃശൂർ, പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഉഷ്ണതരംഗം ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ സമയമാണ്. അതൊരു വലിയ ഭീഷണിയും ആശങ്കയുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉഷ്ണതരംഗം കേരളത്തിൽ അനുഭവപ്പെടുന്നതിന് ഉള്ള യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ എന്താണ്? അത് ഏത് സ്വഭാവത്തിലായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരിക? എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണം എന്താണ്? ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഉഷ്ണതരംഗങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഉഷ്ണതരംഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. 2015-16 കാലഘട്ടത്തിൽ വലിയ ഉഷ്ണതരംഗങ്ങളുണ്ടായി. 16-ലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാലക്കാട് ഏറ്റവും വലിയ താപനില രേഖപ്പെടുത്തി. അതിനുശേഷം 2024-ലും ഒരു ഉഷ്ണതരംഗത്തിൻ്റെ ഡിക്ലറേഷനൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇത് സംഭവിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് പീക്ക് സമ്മർ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ അവസാനം വരെയുള്ള കാലഘട്ടമാണ്. ഈ സമയത്താണ് സൂര്യൻ്റെ ലംബമായ കിരണങ്ങൾ കേരളത്തിന് മുകളിലേക്ക് എത്തിച്ചേരുന്നത്. അതിൻ്റെ അപ്പം ഈ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു കാരണമെന്ന് പറയുന്നത് സൂര്യൻ്റെ സഞ്ചാരപാതയാണ്, വടക്കോട്ടുള്ള സഞ്ചാരപാതയാണ്. ആ സമയത്ത് വെർട്ടിക്കലായിട്ടുള്ള നമ്മുടെ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് എത്തുന്നു. ഈ അവസരത്തിലാണ് ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടിയ അല്ലെങ്കിൽ തീവ്രത കൂടിയ അൾട്രാ വയലറ്റ് B കിരണങ്ങൾ കൂടുതലും അന്തരീക്ഷത്തിൽ അബ്സോർവ് ചെയ്യപ്പെടാതെ സർഫസിലെത്തുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതാണ് സൂര്യാതപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അൾട്രാ വയലറ്റ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പം രേഖപ്പെടുത്തിയത് ആ റീഡിങ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇൻഡെക്സ് 8-ന് മുകളിലാണ്. 8-ന് മുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ തീവ്രതയുള്ള റേസാണ് താഴെ എത്തുന്നത്. അത് നമ്മുടെ ത്വക്കിൽ ഡയറക്റ്റായിട്ടൊരു 5 മിനിറ്റിലധികം കൂടുതൽ പതിച്ചു കഴിഞ്ഞാൽ പൊള്ളുന്ന അവസ്ഥ ഉണ്ടാകും. അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് മാറും. അപ്പം സൂര്യാതപത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് 11:30 മുതൽ 2:30 വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഏറ്റവും ഇൻറ്റൻസായിട്ട് സൂര്യപ്രകാശം എത്തുന്ന അവസ്ഥയാണ്. ഇത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ടുള്ള സണ്ണിനോടുള്ള എക്സ്പോഷർ ഒഴിവാക്കുക, അല്ലെങ്കിൽ UVB പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ലോഷനുകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യുക. ഈ ഒരു മെഷേഴ്സിലൂടെ, അല്ലെങ്കിൽ പൊതുവായിട്ട് ഈ ഒരു പ്രത്യേക സമയം, അതുകൊണ്ടാണ് ആ സമയക്രമമൊക്കെ നമ്മൾ രാവിലെ 11:30 മുതൽ 2:30 വരെയുള്ള സമയം പുറംപണിയിൽ നിന്നും മാറി നിൽക്കണമെന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കൊടുക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. പക്ഷേ സാധാരണ നിലയിൽ നമ്മുടെ രാജ്യത്ത് ഉഷ്ണതരംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മാസം മാർച്ച് മുതൽ ജൂൺ വരെയാണ്. അപ്പോൾ കേരളത്തിൽ ഇതിൽ സവിശേഷമായ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ സാധാരണ തുലാപ്പാതിയിലെ നമ്മുടെ തുലാവർഷ മഴ ഗണ്യമായ രീതിയിൽ ലഭിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നമ്മുടെ അനുഭവം വെച്ച് നല്ല കാലവർഷമൊക്കെ ലഭിച്ച സാഹചര്യത്തിൽ ഇത്തവണ ഇത്ര വലിയൊരു ചൂടുണ്ടാകുമെന്ന് നമ്മൾ കരുതിയതല്ല. ഇപ്പം 2024-ൽ താങ്കൾ പറഞ്ഞതുപോലെ സ്ഥിതി വേറൊന്നായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ട കാലങ്ങളിൽ ഒന്നായിരുന്നു 2024. ഒരു ചൂടേറിയ വർഷം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്തവണ
താരതമ്യേന ചൂട് കുറയും എന്നൊക്കെ ഒരു കണക്കുകൂട്ടലും വിലയിരുത്തലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അത് എന്തുകൊണ്ടായിരിക്കാം തെറ്റിപ്പോയത്? അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും ഈ ഒരു അവസരത്തിൽ സണ്ണിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു പീക്ക് സണ്ണിൻ്റെ ഇൻറ്റൻസിറ്റി, സോളാർ റേഡിയേഷൻ അല്ലെങ്കിൽ സോളാർ ഫ്ലെക്സ് ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഇത് കൂടുതൽ തീവ്രമാക്കുന്നത് മറ്റ് പല അന്തരീക്ഷ ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ്. ഇതൊരു മൾട്ടിപ്പിളായിട്ടുള്ള അല്ലെങ്കിൽ പല പല ഘടകങ്ങൾ ഒരേപോലെ പ്രതികൂലമായിട്ട് വരുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ അവസരത്തിൽ മഴമേഘങ്ങൾ മാറി നിൽക്കുകയാണ്. കാരണം ഗോപി സൂചിപ്പിച്ചതുപോലെ മഴയില്ല, മഴ കൊണ്ടുവരുന്ന മഴമേഘങ്ങൾ മാറി നിൽക്കുകയാണ്. മഴമേഘങ്ങൾ മാറി നിൽക്കുന്ന അവസരത്തിൽ ഈ പറഞ്ഞതുപോലെ അൾട്രാവയലറ്റ് ഇൻഡെക്സ് കൂടുതൽ ശക്തമായിട്ട് സർഫസിലെത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാരണം അന്തരീക്ഷ ഘടകമാണ്. അപ്പോൾ ഈ മഴമേഘങ്ങൾ മാറി നിൽക്കാതെ ഉള്ള കാരണം എന്ന് പറയുന്നത് അറബിക്കടൽ, വടക്കൻ അറബിക്കടൽ തൊട്ട് നമ്മുടെ മധ്യ ഇന്ത്യ വരെ നീണ്ടു നിൽക്കുന്ന വലിയ തരത്തിലുള്ള ഒരു ആൻറ്റി സൈക്ലോണിക് സർക്കുലേഷൻ അല്ലെങ്കിൽ എതിർ ചക്രവാത കാറ്റെന്ന് പറയും. ആ ഒരു പ്രതിചക്രവാത കാറ്റ്. അപ്പോൾ അത് ഉയർന്ന മർദ്ദമേഖലയാണ്. കാരണം അങ്ങനെയുള്ള അവസരങ്ങളിൽ അതുകൂടി ഈ മഴമേഘങ്ങൾ ഉണ്ടാകുന്നതിനെ തടയുന്ന ഒരു പ്രവണതയാണ്. കാരണം ആ സമയത്ത് മുകളിൽ നിന്ന് താഴോട്ടുള്ള വായുപ്രവാഹം വന്നിട്ട് മഴമേഘങ്ങൾ ഉണ്ടാകണമെങ്കിൽ താഴേന്ന് മുകളിലേക്ക് വായു ഉയർന്നു പൊങ്ങണം. അതിനെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലാണ് ഈ സർക്കുലേഷൻ, വെർട്ടിക്കൽ സർക്കുലേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് സർഫസിൽ ഇത് കംപ്രസ് ചെയ്ത് വരുമ്പോഴേക്കും ഉയർന്ന മർദ്ദം കൂടുന്നു, ചൂട് കൂടുന്നു. ആ മർദ്ദം കൂടിയ സ്ഥലത്തു നിന്നുള്ള ആ ഒരു വായു പ്രവാഹമാണ് നമ്മുടെ പാലക്കാട് ചുരം അല്ലെങ്കിൽ പുനലൂർ ചുരം വഴി കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിളായിട്ടുള്ള ഘടകങ്ങൾ പ്രതികൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് 2024 ലോകവ്യാപകമായിട്ട് ഏറ്റവും ചൂട് കൂടിയ വർഷമാണ്. കേരളത്തിലും ഏറ്റവും ചൂട് കൂടിയ ഒരു വർഷമായിരുന്നു. അത് എല്ലിനോ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴായിരുന്നു. ഇപ്പോൾ എല്ലിനോ സാഹചര്യമില്ല, ഇല്ലാതെ തന്നെ നമ്മൾ കേരളത്തിൽ ഇത്രയും വലിയ ചൂട് അനുഭവിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈർപ്പത്തിൻ്റെ ഘടകം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈർപ്പത്തിൻ്റെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്തരീക്ഷ താപനില ഒരു 38 ഡിഗ്രി ആണെങ്കിൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു 50-60% ആണെങ്കിൽ നമുക്ക് അനുഭവേദ്യമാകുന്ന ആ ഒരു ചൂട്, താപനിലയല്ല, അനുഭവേദ്യമാകുന്ന ചൂട് ഒരു 45 ഡിഗ്രിയോളം തുല്യമായിരിക്കും. അപ്പോൾ അതൊരു ആപേക്ഷികമായിട്ടുള്ളൊരു മെഷറാണ്. കാരണം അതിനെ ഹീറ്റ് ഇൻഡെക്സ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ താപനില അളക്കുന്ന തെർമോമീറ്ററുകൾ വെച്ചിരിക്കുന്നത് ഒരു ഐഡിയലായിട്ടുള്ള കണ്ടീഷനിലാണ്. ഐഡിയലായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടിക്കൂടിനുള്ളിൽ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് ഏൽക്കാതെ താഴെ നിന്നുള്ള അബ്സോർവ് ചെയ്ത സോളാർ റേഡിയേഷൻ അബ്സോർവ് ചെയ്തിട്ട് റീറേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു റേഡിയേഷൻ പതിക്കാതെ വലിയ തോതിലുള്ള കാറ്റ് ഏൽക്കാത്ത ഒരു ഐഡിയൽ സ്ഥലത്താണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. അപ്പം ഇപ്പം ഉദാഹരണമായിട്ട് എറണാകുളം ജില്ല എടുത്തു കഴിഞ്ഞാൽ നേവൽ ബേസിൽ ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ മെഷർ ചെയ്യുന്ന താപനില എന്ന് പറഞ്ഞാൽ 33 ഡിഗ്രി സെൽഷ്യസ് ആണ് മാക്സിമം ടെമ്പറേച്ചർ. അതേസമയം സിയാൽ നമ്മുടെ എയർപോർട്ടിൽ അളക്കുന്ന താപനില 37 മുകളിലാണ്. കാരണം ഒരു ജില്ലയിൽ തന്നെ 40 കിലോമീറ്ററിനുള്ളിൽ 4 ഡിഗ്രിയുടെ വ്യത്യാസം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സർഫസിനും അനുസരിച്ച് അർബനൈസേഷൻ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ, കാരണം അർബനൈസേഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളാകാം, ടാറിട്ട റോഡുകളാകാം, ഇതൊക്കെ അബ്സോർവ് ചെയ്യുന്ന താപനില എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അത് ഒരു പക്ഷേ 40-42 ഡിഗ്രി വരെയൊക്കെ താപനില ഉയർന്ന തരത്തിൽ സർഫസ് അബ്സോർവ് ചെയ്യുന്നു. ഈ താപനിലയാണ് തിരിച്ചു വീണ്ടും താഴേന്ന് മുകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലൊക്കെ പതിക്കുന്നത്. അല്ല ഡോക്ടർ അഭിലാഷ്, താങ്കൾ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട ഭാഗം എനിക്ക് തോന്നിയത്, ഇത്തവണ നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുറെ കൂടി കരുതലോടുകൂടി ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഈർപ്പമുള്ള അല്ലെങ്കിൽ അപകടകരമായ ഈർപ്പമുള്ള ഉഷ്ണതരംഗത്തെക്കുറിച്ച് നമ്മളതിനെ എനിക്ക് തോന്നുന്നു ഹ്യൂമിഡ് ഹീറ്റ് വേവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ സാഹചര്യം, അത് പ്രധാനമായിട്ടും കേരളത്തിൻ്റെ തീരദേശ ജില്ലകളിലാണ് ഈ പറയുന്ന വരണ്ട ചൂട്. ഒരുപക്ഷെ സാധാരണ നിലയിൽ നമ്മൾ ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ വിയർക്കുന്നു, അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു നമ്മുടെ ശരീരത്തിന് നിർജ്ജലീകരണം സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കും. പക്ഷേ ഈ ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് ശരീരം വിയർക്കുന്നത് തടയപ്പെടുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും അത് ഹീറ്റ് സ്ട്രോക്കിനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. എനിക്കൊന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതൊക്കെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഇതുകൊണ്ട് ഉണ്ടാകുന്നതായിരിക്കാം അല്ലേ? അപ്പോൾ കൂടുതൽ കരുതൽ ആവശ്യമാണ്, പ്രത്യേകിച്ച് തീരദേശ ജില്ലകളിൽ എന്ന് പറഞ്ഞാൽ താങ്കൾ അതിനോട് യോജിക്കുമോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇതിൽ ഇപ്പം സൂര്യാതപം നമുക്ക് ഒരു പരിധിവരെ ഡയറക്റ്റ് എക്സ്പോഷർ കുറച്ചുകൊണ്ട് നമുക്ക് മാറ്റാം. ഈ
ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സിറ്റുവേഷനാണ്. അതായത് ആദ്യമേ നമ്മുടെ പേശികളിലൊക്കെ ഈ നമ്മൾ വിയർത്തിട്ട് ലവണങ്ങളും ജലാംശവും എല്ലാം നഷ്ടപ്പെടും. ആ അവസരത്തിൽ പേശി വലിവിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷം ഒരു വലിയ ക്ഷീണമായിട്ട് നമുക്ക് തോന്നും. അന്നേരം കൂടുതൽ വെള്ളം കുടിക്കണമായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ആ ക്ഷീണം കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ പിന്നീടാണ് ഗോപി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരം വേർക്കുന്നുണ്ട്, പക്ഷേ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് ഈ വേർത്ത ബാഷ്പം പുറത്തേക്ക് പോവുകയില്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും വേർക്കുന്ന ഒരു പ്രവണത ഒരു ശരീരത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. കാരണം 37 ഡിഗ്രി താപനിലയിൽ നമ്മുടെ ശരീരം നിലനിർത്തണമെങ്കിൽ മെറ്റബോളിസത്തിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ ഹൃദയമൊക്കെ നല്ല രീതിയിൽ പമ്പ് ചെയ്ത് നമ്മുടെ ത്വക്കിലൊക്കെ രക്തം എത്തിച്ച് അത് എക്സ്പോസ്ഡായി പുറത്തോട്ട് ഇവാപ്പോ ട്രാൻസ്പിറേഷനായിട്ട് പെർസ്പിറേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തനം നിലച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോഡി 37, 38, 40 ഡിഗ്രിയിലേക്കൊക്കെ വരും. ആ അവസരമാണ് ഈ പറഞ്ഞ പോലെ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ട്, ഒരു ഇവല്യൂഷൻ ഉണ്ട്. അപ്പം ഒരു പേശി വലിവൊക്കെ തുടങ്ങുന്ന അവസരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം വി ആർ ഗോയിങ് ടു ഹാവ് ഒരു ഹെൽത്ത് സിറ്റുവേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ആ അവസരത്തിൽ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിനുള്ള അല്ലെങ്കിൽ ആ ഒരു വലിയ എക്സ്പോഷർ കുറച്ച് അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ട് തണുപ്പുള്ള പ്രദേശത്തേക്ക് മാറി നിന്നുകൊണ്ടൊക്കെ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ ഇതിനെ പ്രതിരോധിക്കാം. ശരി ഡോക്ടർ അഭിലാഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ കെ ജി താര, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു തലമുറയാണ് നമ്മുടേതൊക്കെ. അവിടെ പലതരത്തിലുള്ള, അത് ഒരുപക്ഷെ പ്രളയമായി വരുന്നുണ്ട്, അതല്ലെങ്കിൽ അത് ഭൂചലനമായി വരുന്നു, അല്ലെങ്കിൽ പല നിലയ്ക്ക് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന, നമ്മുടെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന അനുഭവങ്ങളായി നമ്മുടെ മുന്നിൽ മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ പ്രതിഭാസം എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഈ ഉഷ്ണതരംഗം. കേരളത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. സൂര്യാതപമേറ്റുണ്ടാകുന്ന മരണം ഇപ്പോൾ പലയിടങ്ങളിൽ, ഇന്ന് തന്നെ 7 ഇടങ്ങളിലാണ് സൂര്യാതപമേറ്റ് പൊള്ളിയതിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കുന്നത്. അത്തരം റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അതിൽ കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് പുറത്ത് വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചു കുട്ടികൾ വരെ സൂര്യാതപമേറ്റ് പൊള്ളലേറ്റ അനുഭവങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ, ഇപ്പോൾ സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ചെന്ന് നിൽക്കാറുള്ളത് പരിസ്ഥിതി സംരക്ഷണം എന്ന അനിവാര്യതയിലേക്കാണ്. അതിൽ തീരെ ശ്രദ്ധ പതിപ്പിക്കാതെ നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പുരോഗതിയും പുരോഗമനം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിച്ച പലതരത്തിലുള്ള നമ്മുടെ മനുഷ്യൻ്റെ ഇടപെടലുകളൊക്കെയാണ് ഈ ദുസ്ഥിതിക്ക് കാരണമെന്ന് പൊതുവിൽ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന ഉഷ്ണതരംഗത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഈ ആൻറ്റി സൈക്ലോൺ എന്ന് പറയുന്ന അന്തരീക്ഷത്തിലെ പ്രതിഭാസം, എതിർ ചുഴലി എന്ന് പറയുന്നത്. ഇതിനെ താങ്കൾ എങ്ങനെയാണ് വിശദീകരിക്കുക, ഡോക്ടർ കെ ജി താര? ഈ എതിർ ചുഴലി വടക്കൻ കർണാടകയുടെ മുകൾ ഭാഗത്തുള്ള ഈ എതിർ ചുഴലി തീർച്ചയായിട്ടും കുറേയധികം ചൂടിനെ കേരളത്തിലേക്ക് കടത്തി വിടുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അന്തരീക്ഷത്തിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ ഡോക്ടർ അഭിലാഷ് പറഞ്ഞു കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, നമ്മൾ മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം ഇതിൻ്റെ ആധിക്യം കൂട്ടുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം 15 മുതൽ 18% വരെ പച്ചപ്പ്, ഈ ഒരു ഗ്രീൻ കവർ എന്ന് പറയുന്നത് നിലനിർത്തണം എന്നുള്ളതാണ് നഗര ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന തത്വം. നമ്മുടെ മിക്ക നഗരങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇത് 9% താഴെയാണെന്ന് കാണാം. അതായത് പകുതി പോലും ഇല്ല. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഈ വികസനം എന്ന് കാണുന്നത് ഒരുപാട് കെട്ടിടങ്ങൾ വയ്ക്കുക, ഈ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത്. എന്നാൽ നാളേക്കുള്ള ഒരു കരുതലായിട്ട് നമ്മൾ ഈ ലങ് സ്പേസസ്, ഈ ശ്വാസകോശം മനുഷ്യന് എത്രത്തോളം അത്യാവശ്യമാണോ അതുപോലെ നഗരങ്ങൾക്കും ഒരു ശ്വാസകോശം ആവശ്യമുണ്ട്. അത് ശുദ്ധവായു നമുക്ക് ഇനി ഭാവിയിലേക്ക് ഇനി വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ ഒരു വായു നമ്മൾ ഇവിടെ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഹരിത ഒരു ആവരണം നമ്മൾ ഒരുപാട് നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഏത് റോഡ് വികസനത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള മാർഗങ്ങൾ
നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, അതിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. പല പരിഷ്കൃത രാഷ്ട്രങ്ങളിലും അതാണ് അവർ ചെയ്യുന്നത്. മരങ്ങൾ മുറിച്ചുകൊണ്ടുള്ളതല്ല, ആ മരങ്ങളെ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട്, പച്ചപ്പിനെ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് വികസനം വേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണം, 2 കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ആധിക്യം. അപ്പോൾ ഈ നഗരങ്ങളെല്ലാം ഈ ഹീറ്റ് ഐലൻഡുകളായി മാറുന്നു, അതായത് ഊഷരഭൂമിയായി മാറുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് അഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ട്. അഖിൽ നമ്മളോടൊപ്പം ചേരുന്നത് മലപ്പുറത്ത് നിന്നാണ്. അഖിലിന് ഇന്ന് സൂര്യാതപമേറ്റു. അഖിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അഖിലിന് പൊള്ളലുണ്ടായത്. മലപ്പുറം കൊണ്ടോട്ടിക്ക് സമീപത്ത് മേലേമംഗലത്താണ് അഖിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അഖിൽ, ഇത് എന്താ സംഭവിച്ചത്? എപ്പോഴാണ് ഈ പൊള്ളൽ അനുഭവപ്പെട്ടത്? ഞാൻ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായി തന്നെ ഇന്നലെ ഒരു വീടിൻ്റെ പുറത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 12-1 മണിയായപ്പോൾ എനിക്ക് നേരിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഞാൻ ഇനി തുടർന്ന് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. പതിവ് പോലെ തന്നെ വൈകുന്നേരം കുളിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ചെറിയൊരു നീറ്റൽ അനുഭവപ്പെട്ടു. വെള്ളം മേൽ വീണപ്പോൾ അത് ചെറുതായിട്ട് റൂമിൽ വന്ന് നോക്കിയപ്പോഴാണ് പൊളിഞ്ഞു കിടക്കുന്ന രീതിയിൽ കണ്ടത്. അത് കാര്യമാക്കാതെ കിടന്ന് ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മൊത്തത്തിൽ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ പൊള്ളി കിടക്കുകയായിരുന്നു. അങ്ങനെ കൊണ്ടോട്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുത്ത് വന്ന് ഇപ്പോൾ റെസ്റ്റിലാണ്. ഈ പൊള്ളുക എന്ന് പറഞ്ഞാൽ അവിടെ തൊലിയൊക്കെ ഇളകി പോയിട്ടുണ്ടോ അഖിൽ? തൊലി മൊത്തം ഇളകി പോയിട്ടുണ്ട്, മൊത്തത്തിൽ ഇളകി പോയിട്ടുണ്ട്. രാവിലെ ഒരു പൊള്ളട്ട് കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വൈകിട്ട് ഉച്ചയത്തെ ചൂടും കൂടി കൊണ്ടപ്പോഴേക്ക് മൊത്തം പൊള്ളി ഇളകി പോയിട്ടുണ്ട്. അത് വയറിൻ്റെ ഭാഗത്താണോ അഖിൽ? വയറിൻ്റെ ഭാഗത്ത്, ഇടത് ഭാഗത്തായിട്ട്. അപ്പോൾ ഷർട്ട് ഇട്ടിരുന്നില്ലേ ആ സമയത്ത്? ഷർട്ട് ഇട്ടിരുന്നു. അത് കുറച്ച് അധികം വെയിലുള്ളൊരു സ്ഥലത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വീടിന് പുറത്തായിരുന്നു. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു ഉച്ച സമയത്ത്. മനസ്സിലായി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന്. അഖിൽ, ഇപ്പോൾ ഈ വലിയ ചൂടായതുകൊണ്ട് തന്നെ വെയിൽ നേരിട്ട് ഏൽക്കുന്നത് നമ്മൾ തടയണം, അല്ലെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല 11 മണി തൊട്ട് 3 മണി വരെ യഥാർത്ഥത്തിൽ ഈ നല്ല, പ്രത്യേകിച്ച് നട്ടുച്ച വെയിലൊന്നും തീരെ കൊള്ളാനേ പാടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആയിരിക്കണം അഖിൽ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് കൃത്യമായിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിരുന്നോ? അതോ ദാഹമൊക്കെ അനുഭവപ്പെട്ടിരുന്നോ? അത് ശ്രദ്ധിക്കാതെ വീണ്ടും ജോലി ചെയ്യായിരുന്നോ? ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല. പൊതുവേ വെള്ളം കുടിക്കുന്നൊരു ആൾ തന്നെയാണ്. പതിവ് പോലെ തന്നെയാണ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നതും. പിന്നെ ജോലിയുടെ ഭാഗമായിട്ട് അതൊന്ന് ചെയ്തു കൊടുക്കൽ അത്യാവശ്യമായിരുന്നു. കുറച്ച് നേരത്തെ പണിയുണ്ടായിരുന്നുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഒരു ക്ഷീണം അനുഭവപ്പെട്ടു. പിന്നെ തുടർന്ന് ഞാൻ പണിതിട്ടില്ല, വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടെങ്കിൽ രാവിലെയാണ്, ഇന്നൊക്കെയാണത് മൊത്തത്തിലായിട്ട് ഡീപ്പായിട്ട് പൊള്ളി കിടക്കുന്നത്. ഇപ്പോൾ നല്ല വേദന ഉണ്ട്. ഉച്ച സമയത്തൊക്കെ ഭയങ്കര വേദനയാണ് പൊള്ളിയ ഭാഗത്ത് വരുന്നത്. ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞു? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറുതായിട്ട് ജലദോഷവും കാര്യം. ഡോക്ടർ ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്, ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിരുന്നു. അവരെന്താ വേണ്ടതെന്ന് വെച്ചാൽ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലോണം വെള്ളം കുടിക്കാൻ പറഞ്ഞില്ലേ? പക്ഷേ വെള്ളം കുടിക്കാൻ അവർ മരുന്നും കാര്യമൊക്കെ തന്നിട്ടുണ്ട്. തണുത്ത വെള്ളം കുടിക്കാൻ, ഇളനീര് കുടിക്കാൻ പറഞ്ഞു അല്ലേ? എല്ലാം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരി ശരി. ഡോക്ടർ സൗമ്യ സരൺ, ഒരുപക്ഷെ താങ്കൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ആയിരിക്കും കൂടുതൽ ആൾക്കാർ. ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ മറ്റ് ശാസ്ത്രീയ വശങ്ങളൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ എന്തൊക്കെ മുൻകരുതലുകൾ ചോദിക്കുകയാണെങ്കിൽ ഒരു 100 ചോദ്യങ്ങൾ ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ ചോദിക്കാനുണ്ടാകും. അത് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീമിനെ കുറിച്ച് വരെ, കാരണം അത് ഉപയോഗിക്കുന്നത് സ്കിൻ ക്യാൻസറിന് കാരണമാകും എന്നൊക്കെയുള്ള ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള വീഡിയോസ് വരെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പാടുമോ, അങ്ങനെയാണെങ്കിൽ അത് ഏത് പോയിന്റിലുള്ളതാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള പല സംശയങ്ങൾ. അപ്പോൾ ഈ സൂര്യാതപം, അതോടൊപ്പം തന്നെ ഉഷ്ണതരംഗം, ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ സൗമ്യ സരൺ? നമസ്കാരം ഗോപി. ഇപ്പൊ ഞാൻ അഖില് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സൺ ബേണും സൺ സ്ട്രോക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അഖിൽ പറഞ്ഞ ഒരു കാര്യം കൃത്യമായിട്ട് സൺബേൺ ആണ്. അദ്ദേഹം പറയുന്ന എല്ലാ സിംറ്റംസും കൃത്യമായ സൺബേൺ ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടി സീരിയസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് സൺസ്ട്രോക്ക്. ഇപ്പോ കേരളത്തിൽ തന്നെ സൺസ്ട്രോക്ക് വന്ന ആളുകൾ മരണപ്പെടുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടു. ഇപ്പൊ അഖിൽ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ UV റേസ്, അതായത് സൂര്യപ്രകാശത്തിലെ UV റേസ് നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ട് പതിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന, നമ്മുടെ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന പ്രശ്നമാണ് സൺബേൺ.
ഇപ്പോ അഖിൽ പറഞ്ഞല്ലോ, അഖിലിന്റെ ബ്ലിസ്റ്റേഴ്സ് പോലെ, അതായത് പൊള്ളങ്ങൾ പോലെ വരും. വളരെ പെയിൻ ഉണ്ടായിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെയധികം നമുക്ക് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേണിംഗ് സെൻസേഷനും പുകച്ചിലും പെയിനും വേദനയും ഒക്കെ ഉണ്ടാവും. പിന്നെ അത് ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് മാറാം. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ആ സ്കിൻ അവിടെ നിന്ന് പീൽ ചെയ്ത് പോകുന്ന ഒരവസ്ഥ, അതാണ് സൺബേൺ. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ താപനില, ശരീരത്തിന്റെ കോർ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ അപ്പോഴും സ്വെറ്റ് ചെയ്യും. ശരീരം വീണ്ടും നമ്മുടെ ശരീരത്തിന്റെ താപനിലയെ നോർമൽ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ആ സിസ്റ്റം അപ്പോഴും ഫെയിലിയർ ആയിട്ടില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ടെമ്പറേച്ചർ മാനേജ്മെന്റ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഫെയിലിയർ ആവുന്ന അവസ്ഥയാണ് സൺസ്ട്രോക്ക്. സൺസ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ എമർജൻസി ആണ്. അപ്പോ അതിന്റെ ഒരു സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ, കോർ ടെമ്പറേച്ചറും നമ്മുടെ ശരീരം വളരെയധികം തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുന്ന അവസ്ഥയായിരിക്കും. 40 ഡിഗ്രി സെൽഷ്യസിൽ മീതെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ പോകുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. അതിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ സൺബേണിൽ നമ്മുടെ സ്കിൻ മാത്രമാണ് അഫക്റ്റഡ് ആവുന്നത് എന്നുണ്ടെങ്കിൽ, സൺസ്ട്രോക്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങൾ വരെ, ഏറ്റവും കൂടുതൽ ബ്രെയിൻ ആണ് അഫക്റ്റഡ് ആവുന്നത്. അപ്പൊ നമ്മള് വെയിലിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ അഖില് പറഞ്ഞ സിംറ്റംസ്, ആ ലക്ഷണങ്ങളുടെ കൂടെ ആ വ്യക്തിക്ക് ഓൾട്ടേർഡ് സെൻസോറിയം, അതായത് അവരുടെ ബോധമണ്ഡലത്തിലുള്ള വ്യത്യാസങ്ങൾ, അതായത് പ്രോപ്പറായിട്ട് അദ്ദേഹം പെരുമാറുന്നില്ല, എന്തൊക്കെയോ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്നു, അതായത് ആ കോൺഷ്യസ്നെസ്സിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സൺസ്ട്രോക്ക് ആണ് എന്നുള്ളതാണ്. അതൊരു മെഡിക്കൽ എമർജൻസി ആണ്. ഉടൻ തന്നെ അതിനുള്ള ഒരു മെഡിക്കൽ ഇന്റർവെൻഷൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ ആദ്യമേ ഒന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. കാരണം ഈ സൺസ്ട്രോക്കും സൺബേണും തമ്മിൽ പലപ്പോഴും നമ്മൾ സൺബേണിനെ ഒരു ലാഘവത്തോടു കൂടി കാണുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല. കാരണം ഇത്ര വലിയ ഒരു സൺലൈറ്റിന് അല്ലെങ്കിൽ അതായത് അത് ഈ ഡെലിറിയം പോലെയുള്ളൊരു ഒരു മാനസികാവസ്ഥയെ കുറിച്ചാണോ പറഞ്ഞത് ഡോക്ടർ സൗമ്യ? അതെ 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 അതെ. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുകയും നമ്മുടെ ശരീരത്തിന്റെ കോർ ടെമ്പറേച്ചർ 104 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോവുകയും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, ഏറ്റവും കൂടുതൽ ബ്രെയിൻ ആണ് അഫക്റ്റഡ് ആവുക. ഈ ഒരു ഓവർ ടെമ്പറേച്ചറിനെ ബ്രെയിനിന് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ സെൻസോറിയം ഡെലീരിയം അവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ അത് ഇവൺ മരണത്തിലേക്ക് വരെ എത്തിയേക്കാം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമ്മൾ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ബോധമണ്ഡലത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതൊരു മെഡിക്കൽ എമർജൻസി ആയി കണ്ടുകൊണ്ട് ഉടൻ തന്നെ ഒരു ആശുപത്രിയിലേക്ക് അവർ എത്തിക്കേണ്ടത് വളരെയധികം അതിൽ എനിക്കൊരു സംശയമുള്ളത് ഡോക്ടർ സൗമ്യ, ഇതൊക്കെ സംഭവിക്കുന്നത് സാധാരണ നിലയിൽ ഡയറക്റ്റ് എക്സ്പോഷർ ടു ദ സൺലൈറ്റ് ആ സമയത്താണോ? അതായത് സൂര്യന്റെ രശ്മികൾക്ക് നേരിട്ട് നമ്മൾ ശരീരത്തിൽ പതിക്കുമ്പോഴാണോ ഈ സാഹചര്യം ഉണ്ടാകുക? അതോ വീട്ടിലിരിക്കുന്ന ഒരാൾക്കും ഇതൊക്കെ സംഭവിക്കാമോ? സാധാരണ രീതിയിൽ ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ ഉള്ള സംഭവങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. കാരണം നമ്മളിപ്പോ വീടിനുള്ളിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് സൺ എക്സ്പോഷർ കുറവാണ്, നമ്മുടെ ശരീരം പെട്ടെന്ന് ചൂടാവാനുള്ള സാധ്യതകൾ കുറവാണ്. ഡയറക്റ്റ് എക്സ്പോഷർ, ഇപ്പോൾ അഖിലിന്റെ സിറ്റുവേഷൻ പറഞ്ഞില്ലേ, പുറത്ത് പണിയെടുക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഈ 11 മണി മുതൽ 3 മണി വരെ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശവും ഏറ്റവും കൂടുതൽ യുവി റേസും ഒക്കെ ഉള്ള സമയങ്ങളിൽ എക്സ്പോസ്ഡ് ആവുമ്പോഴാണ് ഇത്തരത്തിൽ സൺസ്ട്രോക്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യത. ഇനി ഈ സൺസ്ക്രീൻ ഓയിൻമെന്റ്സ് അല്ലെങ്കിൽ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ക്രീംസ് ഒക്കെ ധാരാളം ലഭിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പലരും പറയുന്നത് വീട്ടിനകത്തിരിക്കുമ്പോൾ പോലും ഈ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിരിക്കണമെന്നാണ്. ചിലർ പറയുന്നത് പുറത്ത് പോകുമ്പോൾ ഇതില്ലാതെ ഇറങ്ങരുതെന്ന് പറയുന്നു. പക്ഷേ ധാരാളം വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട്. ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ത്വക്കിന് പിന്നെ ക്യാൻസർ ഉണ്ടാക്കാൻ ഇടവരുത്തും, ഏറ്റവും കേടാണ് ശരീരത്തിനൊക്കെ എന്ന് പറയുന്നു. ഇതിലെവിടെയാണ് വസ്തുതയുള്ളത്? നമ്മള് വണ്ടി എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടായേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ആരും വണ്ടി എടുത്ത് പുറത്തിറങ്ങാതിരിക്കാറില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന വേണം. എപ്പോഴും നമ്മൾ മലയാളികളുടെ ഒരു തെറ്റായിട്ടുള്ള ശീലമാണ്, ബിപിക്ക് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ട്, ഷുഗറിന് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ഗുളിക കഴിക്കാതിരിക്കും. എന്നാൽ ഈ സൈഡ് എഫക്റ്റിനേക്കാൾ 100 ഇരട്ടി പ്രശ്നങ്ങളാണ് ഈ പ്രമേഹവും ബിപിയും ഒക്കെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കാതെ എന്തോ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ മലയാളികൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സൺസ്ക്രീനിനെ പറ്റിയിട്ടുള്ള ഒരു ടോക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ വന്ന കമന്റുകളിൽ നല്ലൊരു ശതമാനം കമന്റുകളും ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണ്, അതായത് നമ്മൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇന്നും നമുക്കിടയിലുണ്ട്. അതല്ല, ഒരു ബേസിക് നമ്മുടെ സ്കിൻ കെയറിന് നമ്മൾ അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട 2 വസ്തുക്കളാണുള്ളത്. ഒന്നൊരു മോയ്സ്ചറൈസറും അതുപോലത്തെ ഒരു സൺസ്ക്രീനും. ഇനി മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഒരു സൺസ്ക്രീൻ ഇടാതെ കുട്ടികൾക്ക് വരെ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതിൽ തന്നെ സൺസ്ക്രീൻ നമ്മൾ ഒരു തവണയല്ല
എവറി 4 to 5 hours നമ്മൾ റീ അപ്ലിക്കേഷൻ ചെയ്യണം എന്നുള്ളതാണ് ശാസ്ത്രീയപരമായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. സൺസ്ക്രീൻ എന്ന് പറയുന്നത്, അതിൽ തന്നെ ഞാൻ ഇട്ട ടോക്ക് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും SPF മാത്രം നോക്കി സൺസ്ക്രീനുകൾ വാങ്ങുന്ന ആളുകളാണ്. SPF 40, 50 അങ്ങനെയല്ല. നമ്മൾ PA എന്ന് പറയുന്ന SPFും PA 2 ഘടകങ്ങൾ, നല്ല സൺസ്ക്രീനുകളുടെ പുറത്ത് അത് രണ്ടും എഴുതിയിട്ടുണ്ടായിരിക്കും. UVA റേസിനും UVB റേസിനും എഗെയിൻസ്റ്റ് ഉള്ള പ്രൊട്ടക്ഷൻ ആണ് ഈ സൺസ്ക്രീനുകളിൽ ഈ SPFും അതുപോലെ തന്നെ PA എന്ന് പറയുന്ന 2 ഫാക്ടേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോ അത് നല്ല PA അറ്റ്ലീസ്റ്റ് 3+ എങ്കിലും ഉള്ള 3+ or 4+ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മിനിമം 3+ ഉള്ള സൺസ്ക്രീനുകളാണ് നമ്മൾ വാങ്ങേണ്ടത്. SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മിനിമം 50 എങ്കിലും ഉള്ള സൺസ്ക്രീനുകൾ നമ്മൾ വാങ്ങണം. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഒരിക്കലും സൺസ്ക്രീനുകൾ, പലരും പറയുന്നതേക്കാം ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടും എന്റെ സ്കിൻ ടാൻഡ് ആയല്ലോ എന്ന്. പലരും വിചാരിക്കുന്നത് സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിന്, നമ്മൾ സൺ എക്സ്പോഷർ, ഒരു ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്കിൻ ടാൻ ആവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ കോസ്മെറ്റിക് പ്രൊഡക്റ്റ്, നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുവാണ് സൺസ്ക്രീൻ ആണ്. അല്ല, സൺസ്ക്രീൻ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളൊരു മെഡിസിൻ പോലെ ഉപയോഗിക്കേണ്ട, നമ്മുടെ സ്കിന്നിന് വേണ്ട പ്രൊട്ടക്ഷന് വേണ്ട ഒരു മരുന്നിനെ പോലെ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തില്. ശരിയാണ്, അത്യാവശ്യം നല്ല സൺസ്ക്രീന് നല്ല വിലയുണ്ട്, അതെല്ലാം മനസ്സിലാക്കുന്നു. പക്ഷെ പറ്റുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 2 നേരമെങ്കിലും സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം. നല്ല രീതിയിൽ UVB UVA റേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് അത് സഹായകമാകും. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ ഉപയോഗിക്കണം. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ മുറിയിലുള്ള ലൈറ്റുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റുകൾ, മറ്റ് ഫ്ലൂറസെന്റ് ലൈറ്റുകൾ, ഇതിൽ നിന്ന് പോലും UV റേസുകൾ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോ സൺലൈറ്റിൽ പോകുമ്പോൾ മാത്രമല്ല, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ, 12 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാം. 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ അറ്റ്ലീസ്റ്റ് പുറത്തു പോകുന്ന സമയത്തെങ്കിലും അവർക്ക് സൺസ്ക്രീന് ഉപയോഗിക്കണം. ശരി, നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം. ഡോക്ടർ KG താര മാഡം, താങ്കൾ സംസാരിക്കുന്നതിനിടയിൽ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അത് തടസ്സപ്പെട്ടെന്ന സംഭാഷണം മുറിഞ്ഞുപോയത്. കേരളത്തിലെ 2 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എൻകൗണ്ടറിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ KG താര മാഡം, ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, യഥാർത്ഥത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വികസനത്തിന്റെ പേരിൽ നമ്മൾ പ്രകൃതിയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണോ ഇതൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്, അതോ മറ്റു ചില ഘടകങ്ങൾ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില ഘടകങ്ങൾ മൂലമുണ്ടാകുന്ന പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണോ? ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ 2024 കേരളത്തിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ട ഒരു വർഷമായിരുന്നു. നമ്മളൊരു ചൂടേറിയ വർഷം ആയി അതിനെ രേഖപ്പെടുത്തി. പക്ഷെ അത് കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുൻപേ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1901 ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 1950 പാലക്കാട് ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ താപനില ഏതാണ്ട് 41.9 ഡിഗ്രി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ കുറെ കൂടി ഈ പ്രകൃതി ഭംഗിയുള്ളതും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്ത കാലമായിരുന്നല്ലോ. അന്നും ഉഷ്ണതരംഗം പോലെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇടപെടൽ മൂലം ഉണ്ടായതാണെന്ന് പറയാൻ കഴിയുമോ മാഡം? മുഴുവൻ കാര്യങ്ങളും നമ്മളുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടായതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഈ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളുടെ ആക്കം കൂട്ടുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികളാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ മുൻപ് കാലത്ത് ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ, മുൻപ് കാലത്ത് പ്രളയം ഉണ്ടായിട്ടുണ്ട്, മുൻപ് കാലത്ത് പേമാരി ഉണ്ടായിട്ടുണ്ട്, ചൂടുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ മരണമടയുന്നവരുടെ എണ്ണം നമ്മൾ നോക്കണം. അതിൽ വന്നിട്ടുള്ള പാരിസ്ഥിതിക നാശം എത്രയുണ്ടായിരുന്നു, അല്ലെങ്കിൽ വസ്തുവകകളുടെ നാശം എത്രയുണ്ടായിരുന്നു എന്നുള്ള കണക്കാണ് നമ്മൾ എടുക്കേണ്ടത്. എത്ര മനുഷ്യരെ അത് ബാധിച്ചു, എത്ര പേരുടെ വീട് പോയി എന്നുള്ള കണക്കുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആഘാതത്തിൻ്റെ തോത് വർഷാവർഷം കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്? നമ്മളുടെ ജനസംഖ്യ കൂടി വരുന്നു, അതൊന്ന്. 2, നമ്മളുടെ ഇടപെടലുകൾ, പരിസ്ഥിതിയിലുള്ള ഇടപെടലുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്. നമ്മളിപ്പോഴും ഈ ചർച്ച എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സൺസ്ക്രീനും സൺ ലോഷനും അപ്പുറത്തേക്കുള്ള ഒരു ജനതയെ നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് ഈ സൺസ്ക്രീനോ സൺ ലോഷനോ ഒന്നും വാങ്ങിച്ച നിത്യവൃത്തിക്കുള്ള വകയില്ലാതെ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ജീവിതം കൊണ്ടുപോകുന്ന ആളുകൾ, ഇതൊന്നും വാങ്ങിക്കാൻ ഈ വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അവരൊരു അരിയോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ഒരു ബസ് കൂലിക്ക് വേണ്ടി അത് മാറ്റിവെക്കുകയോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഹരിതകർമ്മസേന, അവർ നമ്മുടെ വീട്ടിൽ വന്ന് വേസ്റ്റ് എടുക്കുന്ന ആളുകളാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ ചൂട് കാലത്ത് 12 മുതൽ അല്ലെങ്കിൽ 10 മണി മുതൽ 3 മണി വരെ പോകേണ്ട
എന്നുള്ള ഒരു നിർദ്ദേശമല്ലാതെ അവർക്ക് എന്ത് തരം ഒരു പ്രൊട്ടക്ഷനാണുള്ളത്? ഈ ട്രാഫിക് പോലീസിന് വാസ്തവത്തിൽ നമ്മൾ സഭ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോർപ്പറേഷനുകൾ, പഞ്ചായത്തുകൾ, എവിടെയൊക്കെ പോലീസുകാർ ഈ ട്രാഫിക് പോലീസ് നിൽക്കുന്നുണ്ടോ അവിടെ താമസിക്കുന്ന വീട്ടുകാർക്ക്, സാമാന്യ ജനത്തിന്, കടക്കാർക്ക് എല്ലാം, അതായത് കട നടത്തുന്ന ആളുകൾക്കെല്ലാം വാസ്തവത്തിൽ ഈ നമ്മൾ പ്രളയകാലത്ത് കാണിച്ചിരുന്ന ആ ഒരു മനുഷ്യ സ്നേഹം ഇപ്പോഴും കാണിക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു മാറ്റം, ആർക്ക് വേണമെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ട്രാഫിക് പോലീസ് അവർ സ്ഥിരമായിട്ട് അവിടെ വെയിലത്ത് നിന്ന് ജോലി ചെയ്യേണ്ട ആളുകളാണ്. ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, അവർ ഏത് സൺസ്ക്രീനും ലോഷനും ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ഓടിക്കുന്നുണ്ടാവുക. നമ്മൾ മാത്രമല്ല, നമ്മളുടെ പോളിസി ചേഞ്ചസിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട സമയം കൂടിയാണ്. ആ പോളിസി ചേഞ്ചിൽ സമയക്രമീകരണം മാത്രമല്ല, നമ്മുടെ യൂണിഫോമുകളിൽ നമ്മൾ മാറ്റം കൊണ്ടുവരണം. നമ്മൾ സ്കൂളിലെ യൂണിഫോമുകൾ നോക്കൂ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഈ ടൈയും സോക്സും ഒക്കെ, ഷൂസും ഇപ്പോഴും നിർബന്ധിതമാണ്. അപ്പോൾ ഈ മാറി വരുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ കുട്ടികളുടെ കഥ ഇപ്പോൾ വെക്കേഷൻ ആയിരിക്കും, അല്ലാതെ മാർച്ച് മാസത്തിലെ ഈ ചൂട് കൂടി വരികയാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒട്ടും യോജിക്കാത്ത ഇത്തരം വേഷവിധാനങ്ങൾ വക്കീലന്മാരുടെ, ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ കൊളോണിയൽ ആ സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ വലിയ കറുത്ത കോട്ടും, എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഡോക്ടർമാർ കട്ടിയുള്ള കോട്ടാണ് അവർ ഇപ്പോഴും ധരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ അവർ കുറെ കൂടി നേർത്ത തുണി കൊണ്ടുള്ള കോട്ടുകളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നഴ്സുമാർ അവർ ഈ യൂണിഫോം ധരിക്കാൻ നിർബന്ധിതരായവരാണ്. പോലീസ് സേന അവർ ഈ ബൂട്ടും സോക്സും എല്ലാം ഇപ്പോഴും ധരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരം ആളുകളുടെ ഒരു യൂണിഫോമിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പോലും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പാരിസ്ഥിതികമായ മാറ്റങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇതിൻ്റെ ആക്കം കൂടുന്നു? നമ്മൾ മുമ്പിലെ വർഷങ്ങളിൽ, ഇപ്പോൾ 1950കളിലെ കാര്യം വേണ്ട, ഇപ്പോൾ ഈ മുൻ വർഷങ്ങളെക്കാളും എന്തുകൊണ്ട് ഇപ്പോൾ ചൂട് കൂടുതലായി നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, കടലുകളാണ് നമ്മുടെ ചൂട് വലിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് ഉള്ള. 1/3 ഈ ചൂടും വലിച്ചെടുക്കുന്നത് കടലിലാണ്. അതായത് നമ്മുടെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിൻ്റെ ചൂട് വലിച്ചെടുക്കുന്നത് കടലുകളാണ്. ആ കടലുകൾ മലിനമാക്കപ്പെട്ട് കഴിഞ്ഞാൽ കടലിൻ്റെ ചൂട് ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയും. നമ്മൾ ഈ വേസ്റ്റ് മുഴുവനും അവിടെ പോയി അല്ലേ അടിയുന്നത്. അത് എത്രയോ പഠനങ്ങൾ വന്നു കഴിഞ്ഞു. പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞ കടലുകൾക്ക് ചൂട് വലിച്ചെടുക്കാനുള്ള ശേഷി ഇല്ലാതായി വന്നിരിക്കുന്നു. പണ്ട് നമുക്ക് കുളങ്ങളുണ്ടായിരുന്നു, നദികളുണ്ടായിരുന്നു. എപ്പോഴും പരിസ്ഥിതിയെ പറ്റി പറയുന്നു എന്നുള്ളൊരു ആക്ഷേപം കേൾക്കാം. പക്ഷേ നമ്മൾ ഈ സത്യം സത്യത്തെ മൂടി വയ്ക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ആ കരുതലും കൂടി നമ്മളുടെ ഭാഗത്തുണ്ടാകണം. പണ്ട് ഈ കുളങ്ങളും ഈ നദികളും എല്ലാം ഈ ചൂട് വലിച്ചെടുക്കുന്ന പ്രക്രിയ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിന് ചുറ്റും, എൻ്റെ വീടിൻ്റെ ചുറ്റും ഒരുപാട് പറ്റുന്ന രീതിയിലുള്ള മരങ്ങൾ, ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സാധാരണ മറ്റു വീടുകളിൽ അനുഭവപ്പെടുന്നതിനേക്കാളും ചൂട് തീർച്ചയായിട്ടും ഈ വീട്ടിൽ കുറവാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ വളരെയധികം ഈ AC വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ ആ AC വാങ്ങിച്ച് കൂട്ടുന്നതിന് പരാതി പറയാനില്ല. പക്ഷേ ആ AC-യുടെ അടുത്ത് പോയി നിന്ന് നോക്കുക. അതായത് മുറിക്കകത്ത് നമുക്ക് തണുപ്പുണ്ടാവും, പക്ഷേ AC-യുടെ ആ മെഷീൻ, യന്ത്രം വെച്ചിരിക്കുന്നതിൻ്റെ വെളിയിൽ നമ്മൾ പോയി നിന്ന് ചൂട് കാറ്റാണ് വരുന്നത്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഈ അന്തരീക്ഷ താപനില കൂട്ടുന്നതിൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന AC-ക്കും ഒരു പങ്കാളിത്തമുണ്ട്. അപ്പോൾ എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ കരുതലോടുകൂടി ഇത് ഉപയോഗിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് നമ്മളെല്ലാവരും, കാരണം നമ്മൾ ഈ ചൂട് കൂട്ടുമ്പോൾ നമ്മൾ മാത്രമല്ല ഇതിനകത്ത് പെട്ടുപോകുന്ന ഈ പാവപ്പെട്ട നിരുപദ്രവകാരികളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ഈ മൃഗങ്ങളും മനുഷ്യനോടൊപ്പം പക്ഷികളും എല്ലാം ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ജീവജാലങ്ങൾ എല്ലാവരും പെട്ടുപോകുന്നു. അപ്പോൾ ഈ തേനീച്ചകളുടെ എണ്ണം കുറയുന്നു എന്നൊക്കെയുള്ള പഠനങ്ങൾ പുറത്തു വന്നു. ഈ ചൂട് അതിന് താങ്ങാൻ പറ്റുന്നില്ല ഈ തേനീച്ചകൾക്ക്. തേനീച്ചകൾ മരിച്ചാൽ എന്താ കുഴപ്പം, തേനീച്ച മരിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം ഈ
പരാഗണം നടത്തി നമുക്ക് വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ചിത്രശലഭങ്ങളും തേനീച്ചകളുമാണ്. അപ്പോൾ ഒന്നിനോട് ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നു. നമ്മൾ ഇതിനെല്ലാം അടച്ചു വെച്ചിട്ട് മനുഷ്യൻ മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് പരിസ്ഥിതിയിൽ, ഭൂമിയിൽ സാധ്യമല്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരു അവതാളത്തിലാക്കിയിട്ട് ഇനിയിപ്പോൾ ചന്ദ്രനിൽ പോയി താമസിക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ താര മാഡം, ഇപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളിലാണ് എനിക്ക് താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ സമ്പൂർണ്ണമായും യോജിക്കുന്നു. എന്ന് വെച്ചാൽ മറ്റു കാര്യങ്ങളോട് ഞാൻ വിയോജിക്കുന്നു എന്നല്ല. അതിലൊന്ന്, ഈ സൺസ്ക്രീനും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളെ കുറിച്ച് മാത്രമല്ല, അങ്ങനെ അല്ലാതെ നിത്യവൃത്തിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന നമ്മുടെ ഒപ്പം കഴിയുന്ന എല്ലാവരെ കുറിച്ചുമുള്ള ആകുലത നമുക്കുണ്ടായിരിക്കണം എന്നതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്ത് നമ്മൾ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതേസമയം തന്നെ ഈ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള കരുതൽ എന്ന നിലയിൽ എങ്ങനെയാണ് നയപരമായി താങ്കൾ പറഞ്ഞ അതേ ആ പോളിസി ഡിസിഷൻസ് എങ്ങനെയാണ് വരുന്നത്, അതിൽ വരുത്തേണ്ട തിരുത്തലുകൾ എന്തൊക്കെയാണ്? അത് കേവലമായി കുട്ടികളുടെ യൂണിഫോം അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പരിസ്ഥിതിയുടെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളുടെ നയങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിന് നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭൂപ്രകൃതിക്കും അനുയോജ്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിലേക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കും മാറുക, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. അത്തരം നയപരമായ മാറ്റങ്ങൾക്ക് ഭരണകൂടത്തെ പ്രേരിപ്പിക്കാനും അതിനുവേണ്ടി സമ്മർദ്ദ ശക്തിയായി മാറാനുമുള്ള ബോധം നമ്മുടെ ജനതയ്ക്ക് ഉണ്ടാകേണ്ടതാണ്. ഈ കാര്യങ്ങളിലൊക്കെ 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ അടിയന്തരമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് നമ്മുടെ പൊള്ളിക്കുന്ന അനുഭവമായി ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. അവിടെ നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അഖിലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പുറത്ത് പണിയെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇന്നലെയാണ് ചൂട് ഏറ്റി പൊള്ളലുണ്ടായത്. ചെറിയ കുട്ടികൾക്കൊക്കെ ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞതുപോലെ ഓരോ വർഷം കഴിയുമ്പോഴും ഈ അനുഭവം കൂടുതൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു, ദുസ്സഹമായി മാറുന്നു. ശരിയാണ് ഡോക്ടർ അഭിലാഷ്, ഇതിന് ശാസ്ത്രീയമായ കാര്യകാരണങ്ങളൊക്കെ ഉണ്ടാകാം, പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെ തടയാം, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ എന്താണ്, ഇതിനെ മറികടക്കാൻ ഭാവിയിലേക്കുള്ള നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു ആശയം എന്താണ്, ഒരു പദ്ധതി എന്താണ് എന്ന കാര്യത്തിൽ ഒരു രൂപമുണ്ടാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പഠനങ്ങളും ശാസ്ത്ര ഗവേഷണങ്ങളും ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടും പരിഹാരം നിർദ്ദേശിക്കാനോ അത് നടപ്പാക്കാനോ നമുക്ക് കഴിയുന്നില്ലല്ലോ. അതിൻ്റെ വീഴ്ച കൂടിയല്ലേ ഓരോ വർഷം കഴിയുന്തോറും ഈ അനുഭവം കൂടിക്കൂടി വരുന്നത്, കൂടുതൽ അതിന് ഒരു മൂർത്തമായ രൂപത്തിലേക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും ജി കെ, കാരണം നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇപ്പം ആഗോളതാപനത്തിൻ്റെ കാര്യമെടുത്താലും ഇപ്പോൾ നമ്മൾ ഈ ലോക്കലി അനുഭവിക്കുന്ന ഈ ഉഷ്ണതരംഗത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇതിലൊന്നും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഇത്തരം വലിയ സംവിധാനങ്ങളൊന്നും നമുക്ക് പ്രായോഗികമല്ലാത്ത അല്ലെങ്കിൽ ആക്സസിബിലിറ്റി ഇല്ലാത്ത ഒരു ജനവിഭാഗത്തെയാണ് ഇതിൻ്റെ തിക്താനുഭവങ്ങൾ കൂടുതൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തീവ്ര ഫലങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയൊരു അനീതിയുടെ ഒരു ഘടകം കിടക്കുന്നത് ഉഷ്ണതരംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം നമുക്കറിയാം, നമ്മളിന്നിപ്പം ജി കെ ആയാലും ഞാനായാലും താരാമാടോ ആയാലും സൗമ്യ മാടോ ആയാലും എല്ലാവരും എ സിക്കുള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് പുറത്ത് ഈ എ സി എന്ന് പറയുന്ന ഒരു കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ആക്സസിബിലിറ്റി ഇല്ലാത്ത എത്രയോ ജനവിഭാഗങ്ങൾ, ഈവൻ പ്രോപ്പർ ഹൗസിംഗ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം ഇവരെ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പോളിസി ഡിസിഷൻസിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം ഇത്തരം ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് പോളിസീസ് ഡിവൈസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അത് നിർഭാഗ്യവശാൽ അതുണ്ടാകുന്നില്ല. പക്ഷേ അവിടെയാണ് പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള കൂളിംഗ് സിസ്റ്റം കൂടുതൽ നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് ഇത്തരം ആക്സസിബിലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കൂളിംഗ് സിസ്റ്റത്തിനോടുള്ള ആക്സസിബിലിറ്റി ഇല്ലാത്ത ജനവിഭാഗങ്ങളെയാണ്. നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ 27 ഡിഗ്രി 28 ഡിഗ്രി എ സിക്കുള്ളിൽ കിടന്നുറങ്ങുമ്പം പുറത്ത് പകൽ ചൂട് മാത്രമല്ല ഇപ്പോൾ കാണുന്നത്, ഇപ്പം നഗര താപത്തുരുത്തുമായിട്ട് ബന്ധപ്പെടുത്ത് അല്ലെങ്കിൽ അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് പറയുന്നത് പകലും ചൂടാണ്, അത് രാത്രിയിലും ആ ചൂട് റീറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരു റൂറൽ ഏരിയയിൽ ഒരു റൂറൽ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ പകൽ ചൂട് കാണും, പക്ഷേ രാത്രിയിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും, ഒരു കൂളിംഗ് എഫക്റ്റ് കാണും. പക്ഷേ നഗരത്തിൽ ഇത്തരം ഉള്ള ആൾക്കാർക്ക് അതായത് നമുക്ക് പകൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊന്ന് റിലീസ് ചെയ്യാനുള്ള ഒരു അവസരം പോലും ഇല്ല. കാരണം രാത്രിയിലും ചൂട് കൂടി നിൽക്കുകയാണ്.
അപ്പം ആ ഒരു ഡിവിഡൻ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ 28 ഡിഗ്രി കിടന്നുറങ്ങുമ്പോൾ പുറത്തുള്ള ഇതിന് ആക്സസിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരെല്ലാവരും 35-36 ഡിഗ്രി ചൂടും ആയിട്ടായിരിക്കും പൊരുത്തപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു 10-15 ഡിഗ്രിയുടെ വ്യത്യാസം തന്നെ ഈ കൂളിംഗ് സിസ്റ്റം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുണ്ട്. അപ്പോൾ നമ്മുടെ പോളിസീസ് ഡിവൈസ് ചെയ്യണമെങ്കിൽ, അതോടൊപ്പം തന്നെ ഈ ഏറ്റവും വലിയൊരു അനീതി ഈ ഉഷ്ണതരങ്ങൾ, ഇപ്പം താരാമോളം സൂചിപ്പിച്ചതുപോലെ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് പുറം പണിയിലെടുക്കുന്ന ഏർപ്പെടുന്ന തൊഴിലാളികളെയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയുമാണ്. അപ്പം നമ്മുടെ പോളിസീസ് ഡിവൈസ് ചെയ്യുമ്പം നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസിലേക്ക്, അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് പോകണമെന്ന് പറയുന്നത്. കാരണം ഓവർ ദി ഇയേഴ്സ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ സോ കോൾഡ് ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രീനറികൾ മൊത്തം വെട്ടി നശിപ്പിക്കുന്നു. അല്പം പോലും ബാക്കി വന്നിട്ടുള്ള ചതുപ്പ് നിലങ്ങളും അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സും നമ്മൾ കൈയേറിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. ഇതെല്ലാമാണ് ഒരു സിറ്റിയുടെ കൂളിംഗ് സിസ്റ്റമായിട്ട് പണ്ട് കാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം തിരിച്ചുപോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറയാം, ഇപ്പം നമ്മൾ ഈ ഉഷ്ണതരംഗത്തെക്കുറിച്ച് 41 ഡിഗ്രി 40 ഡിഗ്രിയെ പറ്റി സംസാരിക്കുമ്പം ഒരു 30 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ഡെയിലി 40 ഡിഗ്രി 41 ഡിഗ്രി താപനില അനുഭവിക്കേണ്ട ഒരു ജനവിഭാഗമായിട്ട് നമ്മൾ ഈ ആഗോള താപനത്തിൻ്റെ പാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 10 മരങ്ങൾ ഒരു പക്ഷേ വെച്ച് പിടിപ്പിച്ചാലായിരിക്കും 30 വർഷം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുക. അപ്പോൾ അത്തരത്തിൽ ഷോർട്ട് ടൈമും ലോങ് ടൈമുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോളിസി വഴി നമ്മൾ പോകേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്തഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് താരാമോളം സൂചിപ്പിച്ചതുപോലെ ഇതിലൊന്നും ഒരു തരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ളതാണ് ഇനിയും വരുന്ന പോളിസി മേക്കേഴ്സൊക്കെ ചിന്തിക്കേണ്ടത്. കാരണം ഇത്തരം നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് ആണ് ഒരു അർബൻ ഏരിയയെ കൂൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വെന്റിലേഷൻ എഫക്റ്റ്, ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ കോസ്റ്റ് ലൈൻസിന് പാരലായിട്ട് നടക്കുന്നതുകൊണ്ട് ഈ കാറ്റിനെ പോലും തടഞ്ഞു നിർത്തുന്ന രീതിയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയത കൂടി നമ്മളതിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നിർമ്മാണ മേഖല, നമുക്ക് വികസനം വേണം, റോഡുകൾ വേണം, ഇതെല്ലാം ഒരു ശാസ്ത്രീയമായ രീതിയിൽ ചൂടിനെ കൂടുതൽ അബ്സോർവ് ചെയ്യാത്ത തരത്തിലുള്ള സാമഗ്രികൾ യൂസ് ചെയ്തുകൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിലനിൽക്കുന്ന വൃക്ഷങ്ങളെ നശിപ്പിക്കാതെ അതിനെ റീറ്റെയിൻ ചെയ്ത് വീണ്ടും വൃക്ഷങ്ങൾ കൊണ്ടുവരിക. ഇങ്ങനെ കുറേ അധികം മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഒരു പക്ഷേ സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വരുന്ന ഭാവിക്ക് ഈ ഭൂമിയിൽ വാസയോഗ്യമായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അതിലെനിക്ക് പറയാനുള്ളത്. ഡോക്ടർ സൗമ്യ സരിൻ, ഉഷ്ണതരംഗമാണെങ്കിലും അതല്ല അത്യുഷ്ണമാണെങ്കിലും ഈ കൊടും ചൂടിനെ പ്രതിരോധിക്കാനും മറികടക്കാനും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ താങ്കൾ കൊടുക്കാൻ പോകുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ എന്തായിരിക്കും? എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മളിപ്പോ ഇന്ന് നേരിടുന്ന ഈ ആഗോള താപനം അല്ലെങ്കിൽ ഉഷ്ണതരംഗം, ഇതിനൊക്കെയുള്ള ഒറ്റമൂലിയാണ് സൺസ്ക്രീൻ എന്നല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞത്. അത് ആദ്യമേ ഒന്ന് ക്ലിയർ ആക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലകൾ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും സൺസ്ക്രീനെ മാറ്റി നിർത്തി സംസാരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ നമുക്കൊരു സൺ പ്രൊട്ടക്ഷൻ ഉള്ള ഓരോരോ ഫാക്ടറുകൾ എടുത്തു നോക്കുമ്പോൾ അത് കഴിയുന്നവർ ഉപയോഗിക്കുക എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോ ചുരുക്കി പറയാം, അതിൽ ബുദ്ധിമുട്ടില്ല ഡോക്ടർ സൗമ്യ സരിൻ. കാരണം അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ട ഡയറക്ഷൻ എന്ന നിലയിലാണ് ഞാൻ അത് ചോദ്യമായി ചോദിച്ചത്. ഗോപി പറഞ്ഞല്ലോ, ഇത് ഉപയോഗിക്കുന്നത് മൂലം സ്കിൻ ക്യാൻസറുകൾ ഉണ്ടാവുന്നു. നേരെ തിരിച്ചാണ്. UVA റേസുകളും UVB റേസുകളും സ്കിൻ ക്യാൻസറുകൾ, പ്രൊലോങ്ഡ് എക്സ്പോഷർ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ സ്കിൻ ക്യാൻസറിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് നമുക്ക് സൺസ്ക്രീൻ. അതുകൂടി ഞാൻ പറയുകയാണ്. നേരെ തിരിച്ചാണ്. സൺസ്ക്രീൻ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, അത് ക്യാൻസറിനുള്ള പ്രൊട്ടക്ഷൻ ആണെന്നുള്ളതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന ആളുകളെല്ലാം ഉപയോഗിക്കുക. പിന്നെ ഇപ്പോ നമ്മളൊരു വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യാതാപം ഏൽക്കുന്ന ഗ്രൂപ്പുകൾ എപ്പോഴും ഏതൊരു അസുഖത്തിനെയും പറയുന്ന പോലെ ഇപ്പൊ കോവിഡ് വന്നപ്പോഴും നമ്മൾ പറഞ്ഞതാണ് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളുമാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്പോ മാനുവൽ ലേബേഴ്സിന്റെ അടുത്തൊക്കെ 11 to 3 നമുക്ക് പറയാനേ സാധിക്കുകയുള്ളൂ. ഇപ്പൊ കൂലിപ്പണിക്കാർക്കൊക്കെ അത് എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോ കുട്ടികൾക്ക് ലീവുള്ള സമയമൊക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കുട്ടികളെയെങ്കിലും ഈ 11 മണി മുതൽ 3 മണി വരെ ഒരു കാരണവശാലും വീടിന് പുറത്ത് കളിക്കാനും അങ്ങനെ സൺ എക്സ്പോഷർ ഉള്ള കാര്യങ്ങളിലേക്ക് വിടാതിരിക്കുക. അതുപോലെ തന്നെയാണ് പ്രായമായ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും വളരെയധികം പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. പിന്നെ ക്ലോത്തിങ്ങിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മാക്സിമം ലൂസ് ആയിട്ടുള്ള പരുത്തി കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ വാട്ടർ ഇൻടേക്ക്, ഒരു ദിവസം 1.5 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം ആണ് പറയുന്നത്. പറ്റുമെങ്കിൽ 2 ലിറ്റർ വെള്ളം കുടിക്കുക. ഇത് വൃക്ക രോഗികളോട് ഞാൻ പറയില്ല, കാരണം വൃക്ക രോഗികൾക്കും ഹൃദ്രോഗികൾക്കും കൃത്യമായിട്ടുള്ള എത്ര വെള്ളം കുടിക്കണം എന്നുള്ള ഒരു കണക്കുണ്ടായിരിക്കും. അവർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മിനിമം 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വളരെയധികം ശ്രമിക്കുക. പിന്നെ
ഭക്ഷണം കഴിക്കുമ്പോൾ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. സ്പൈസി ആയിട്ടുള്ള, കൂടുതൽ എരിവുള്ള, നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്കറിയാലോ, കൂടുതൽ പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കാൻ. അതുപോലെ ഇപ്പൊ തണ്ണിമത്തൻ പോലെയുള്ള നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ഒരു കൂളിംഗ് എഫക്ട് തരുന്ന കക്കരിക്ക പോലെ അല്ലെങ്കിൽ തണ്ണിമത്തൻ പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് ജനറലായിട്ട് പറയാൻ എല്ലാവരോടും പറയാനുള്ള കാര്യങ്ങൾ. ഡോക്ടർ സൗമ്യ, ഈ സൂര്യാതപം ഏറ്റു എന്നൊരു സംശയമുണ്ടായാൽ അല്ലെങ്കിൽ ആ തരത്തിലൊരു അസ്വസ്ഥത ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഇപ്പൊ സൂര്യാതപം ഞാൻ പറഞ്ഞല്ലോ, സൺബേണും സൺസ്ട്രോക്കും രണ്ടും തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ പറയുന്ന വ്യക്തിക്ക് ബോധമണ്ഡലത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, അദ്ദേഹം കോൺഷ്യസ് ആണ്, പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾക്കൊക്കെ എന്നുണ്ടെങ്കിൽ അത് സൺബേൺ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. രണ്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഉടൻ തന്നെ അദ്ദേഹത്തിനെ ആ ഒരു സൺലൈറ്റ് ഉള്ള ഭാഗത്തു നിന്ന് തണുത്ത ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കൂളർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പലരും ഇത് ഡയറക്ട്ലി പോയിട്ട് ഐസ് വെക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മുടെ ബ്ലിസ്റ്റേഴ്സും അല്ലെങ്കിൽ സ്കിൻ ഒരു വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എറിത്തിമാറ്റസ് ആയിരിക്കും, റെഡിഷ് ആയിരിക്കും, ചിലപ്പോൾ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഡയറക്ട്ലി കൊണ്ടുപോയിട്ട് നമ്മൾ ഐസ് വെക്കരുത്. അതിന് പകരം ചെയ്യേണ്ടത് തണുത്ത വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണികൾ, സ്പഞ്ചിങ് എന്ന് പറയും, നമ്മൾ അങ്ങനെയുള്ള കോട്ടൺ തുണികൾ തണുത്ത വെള്ളത്തിൽ ഉപയോഗിച്ച് സ്പഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ സൺസ്ട്രോക്ക് ഉണ്ടാവുന്ന സന്ദർഭത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഐസ് ക്യൂബുകൾ വെച്ച് നമ്മൾ കക്ഷത്തിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള ബോഡിയുടെ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള ഇടുക്കുകളിൽ നമ്മൾ ഐസ് ക്യൂബുകൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് നമ്മൾ വെക്കാറുണ്ട്, പെട്ടെന്ന് ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കണം. രോഗിക്ക് ബോധമുണ്ടെങ്കിൽ സൺസ്ട്രോക്ക്, ഞാൻ പറഞ്ഞല്ലോ, സൺസ്ട്രോക്കിൽ പലപ്പോഴും അൺകോൺഷ്യസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ബോധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ രോഗിയുടെ വായിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആണെങ്കിൽ മാത്രം നല്ല രീതിയിൽ വെള്ളം കുടിപ്പിക്കുക, അല്ലെങ്കിൽ ഉടൻ തന്നെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റുക. IV ഫ്ലൂയിഡ് ആണ് ഏറ്റവും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സൺസ്ട്രോക്ക് നമ്മൾ IV ഫ്ലൂയിഡ് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ എത്രയും വേഗം ഒരു ആശുപത്രിയിലേക്ക്, ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് കണ്ട് മാറ്റുകയാണ് വേണ്ടത്. സൺബേൺ മാത്രമാണ് എന്നുണ്ടെങ്കിൽ ലോഷൻസ്, അലോവേര ലോഷൻസ് അതുപോലെയുള്ള നമുക്ക് സൂത്തിങ് ആയിട്ടുള്ള ലോഷൻ പെരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലിസ്റ്ററിങ് കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ശരി, ഏതായാലും തലമുറകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിക്കും കാലാവസ്ഥയിലും വരുന്ന മാറ്റങ്ങൾ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യം സംശയമാണ്. ഒരുപക്ഷെ അത് ബോധ്യപ്പെടുന്നത് ഉഷ്ണതരംഗം പോലെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന പുതിയ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ എത്തുമ്പോഴാണ്. പ്രതിരോധം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ വലിയ അപകടകരമായ സാഹചര്യത്തെ മറികടക്കാൻ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നയരൂപീകരണവും അനിവാര്യമായി മാറിയിരിക്കുന്നു എന്നാണ് ഈ ചർച്ച ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം സൂര്യാതപം ഏൽക്കാതിരിക്കാൻ ഈ പുറത്തിറക്കിയിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാം. രാവിലെ 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയം ഡയറക്റ്റ് സൺലൈറ്റ്, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക, പച്ചക്കറി കഴിക്കുക, അതോടൊപ്പം ഇലവർഗ്ഗങ്ങൾ കഴിക്കുക. അങ്ങനെ ആരോഗ്യത്തെ സംരക്ഷിക്കാം. സൂര്യാതപം പോലെയുള്ള അപകടകരമായ സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ കാലത്തെ മറികടക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.